ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഞ്ഞുണ്ട് കേട്ടോ. ഇതുവരെ തൊണ്ടയൊന്നും ശരിയായിട്ടില്ല. മഞ്ഞൊന്നും മാറ്റിയിട്ടില്ല. അതുകൊണ്ട് ചേട്ടായി കാറെടുത്ത് പോയപ്പോഴത്തേനും അത് അവിടെയൊക്കെ മഞ്ഞുകൊണ്ട് മൂടി. സാധാരണ കാറിടുമ്പോൾ ആ ഭാഗമെങ്കിലും മഞ്ഞ് വീഴാതെ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. കാറെടുത്ത് പോയപ്പോഴത്തേനും ഫുള്ള് മഞ്ഞാണ്. റോഡൊക്കെ ഫുള്ള് മഞ്ഞാണ്. അവർ ഇവിടെ ഈ ഭാഗത്തേക്ക് കുറേ കഴിഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്യാൻ വരത്തുള്ളൂ. കുറച്ച് ഉള്ളേരിയ അവർ ടൗണൊക്കെ ആണെങ്കിൽ അപ്പം ക്ലീൻ ചെയ്യുള്ളൂ. ഉള്ളേരിയ ആയതുകൊണ്ട് അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. സ്വന്തം വീടൊക്കെ ആണെങ്കിൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടൊക്കെ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ഇതിപ്പോൾ അപ്പാർട്ട്മെൻ്റ് ആയത് കാരണം അവർ തന്നെ വന്ന് ക്ലീൻ ചെയ്യും. ബാക്ക് സൈഡൊന്നും ക്ലീൻ ചെയ്യാത്ത കാരണം നമ്മളൊന്നും മഞ്ഞെടുത്ത് മാറ്റാത്ത കാരണം ഇത് വീണ് 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 അതാ അങ്ങ് മുകള് വരെ ആകാനായി. അത്രയ്ക്ക് മഞ്ഞ്. അതിൻ്റെ കൂടെ മഞ്ഞ് പെയ്യുന്നതിൻ്റെ കൂടെ കാറ്റും കൂടെ വീശുമ്പോഴത്തേനും ഈ മഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പാറും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്ക് പുറത്തോട്ട് പോകുമ്പോഴത്തേനും മൂക്കിൻ്റെ അകത്ത് മൂക്കൊക്കെ ഇങ്ങനെ ചുമന്ന് എന്തോ പോലെ ആവും. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടത്തേനും അവൻ ഓടി വന്നാട്ടോ. അവനപ്പോൾ അവൻ്റെ ആക്ഷൻസ് കാണിക്കുന്ന അങ്ങനെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഞ്ഞ് പെയ്യും, മഞ്ഞ് ഈ കാറ്റാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതാണ് ഇവൻ്റെ നിക്ഷേപപ്പെട്ടി കേട്ടോ. അവൻ്റെ കാറും എല്ലാ സാധനവും ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് വെച്ച് കൊടുത്തേക്കും. അവൻ എന്നിട്ട് അതെടുത്ത് കളിച്ചിട്ട് അവൻ തന്നെ എടുത്ത് വയ്ക്കും. ചില സമയത്തൊക്കെ അവിടെ വലിച്ചു വാരിയിടും, ചില സമയത്ത് അവൻ തന്നെ എടുത്ത് വെച്ചോളും. എവിടെ പുറത്ത് പോയാൽ അവനൊരു കുഞ്ഞു കാറ് വേണം. വലിയ ടോയ് ഒന്നും വേണ്ട, എനിക്ക് കുഞ്ഞു കാറ് മതി, വലിയ ടോയ് വേണ്ടാന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കുഞ്ഞു കാറ് വാങ്ങി അവനിങ്ങ് വെച്ചേക്കുക. കുറേ ദിവസമായി പറയുന്നു ഒരു റിമോട്ട് കാറ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിമോട്ട് കാറ് മേടിച്ച് കൊടുത്താൽ അതിൻ്റെ പുറത്ത് കുറേ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറിച്ച് കളഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വഴക്ക് പറഞ്ഞതിന് കരഞ്ഞതാട്ടോ. കരഞ്ഞപ്പം ഒന്ന് എടുത്ത് ഇങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമം അവന്. ഒറ്റയ്ക്കുള്ള കാരണം പുറത്ത് സാധാരണ മഞ്ഞ് ഇല്ലാത്തപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അകത്തിരുന്നിരുന്ന് പുള്ളി മടുത്തു. ഡേ കെയറിൽ വിടണമെങ്കിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഫുള്ളാണ്. ഇപ്പോൾ ഡേ കെയർ ഫുള്ളാന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാന ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഇലക്ട്രിക്കിൻ്റെ പാനായതുകൊണ്ട് വേഗം ഇങ്ങനെ തീ ഭയങ്കരമായിട്ട് വരും കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരു മുട്ട ഒന്ന് കോളിൻകുട്ടിനെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ അകത്തിരുന്ന് ഇത് എടുക്കാൻ പറ്റാതെ പിന്നെ ഞാനൊരു ഫോർക്ക് വെച്ച് അത് മോള് വെച്ച് കുത്തി പൊട്ടിച്ചെടുത്തു. ഇടയ്ക്ക് ഇതിങ്ങനെ ഇതാകാറുണ്ട്. എന്താ എനിക്ക് തോന്നുന്നു അത് ടെമ്പറേച്ചർ കൂടുതൽ വെച്ചിട്ടാണോ എന്നറിയില്ല. അങ്ങനെ കുറച്ചിടുമ്പോൾ പിന്നെ ഫുഡൊക്കെ കേടാവും. അതുകൊണ്ട് അങ്ങനെ കുറച്ചിടാറില്ല. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ ഇതാക്കി കൂടെ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് അല്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിധത്തിൽ എടുക്കാൻ പറ്റില്ല. ഒരെണ്ണം എടുക്കാൻ നോക്കിയപ്പം അത് അതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ വച്ച് തന്നെ പൊട്ടിപ്പോയി. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മുട്ട പൊരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി ഉച്ചക്കത്തെ ചോറുണ്ണാൻ വന്നായിരുന്നു. ചോറിനിട്ട് പോയി സമയം ഉണ്ടാവാറില്ല ഒത്തിരി സമയം കഴിയിരിക്കാൻ. ഈ റൂമിൽ ഞങ്ങൾ തുണി വിരിച്ചിടുന്ന കേട്ടോ. ഇവിടെ മഞ്ഞായതുകൊണ്ട് നമ്മൾ സാധാരണ വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ടിട്ട് നമ്മൾക്ക് വെയിലത്തിട്ട് ഉണക്കാൻ മതി. വെയിലില്ലാത്തതാണ് ഇവർ എക്സ്ട്രാ ഡ്രയറും മേടിച്ച് വെച്ചിട്ടുണ്ടാകും. അതിൻ്റെ അകത്തിട്ട് നല്ലതുപോലെ ഉണക്കി നല്ല ചൂട് നല്ല നമ്മൾ പുറത്തിട്ട് ഉണക്കി എടുക്കുന്നത് പോലെ തന്നെ നല്ല ചൂടോടെ തന്നെ ഇരിക്കും. പക്ഷേ ഡ്രയറിന് ഇവിടെ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വാഷിംഗ് മെഷീൻ മാത്രം മേടിച്ചിട്ടുള്ളൂ. നമുക്ക് 2 റൂമുണ്ട്. ഒരു റൂം നമ്മൾ ഉപയോഗിക്കാറില്ല, നമ്മൾ അതിൽ കിടക്കാറില്ല. അപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡും മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉണങ്ങി വരും. നല്ലപോലെ ഉണങ്ങി വന്നില്ലെങ്കിലും അത്യാവശ്യം ഉണങ്ങി കിട്ടും. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ ഇതിൽ നമുക്ക് ഉണക്കി ഉപയോഗിച്ചിട്ട് നമുക്ക് പിന്നെ മടക്കി വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഡ്രയറും കൂടെ മേടിച്ച് ഇതാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഡ്രയറും വാഷിംഗ് മെഷീനും ഒന്നും ഇല്ലായിരുന്നു. അപ്പാർട്ട്മെൻറ്റുകാർ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും വാഷിംഗ് മെഷീൻ, ഡ്രയർ, പിന്നെ കുക്കിംഗ് സ്റ്റൗ, അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജ് എല്ലാം അവർ തന്നെയാണ്. നമുക്ക് ചെറിയ റെൻറ്റ് കൊടുത്താൽ മതി. അതങ്ങനെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ വാഷിംഗ് മെഷീൻ എപ്പോഴും കേടാവും. അവരെ വിളിക്കും, അവരൊന്ന് ഏകദേശം നോക്കി വിട്ട് പോവും. അത് പിന്നെയും കേടാവും. നന്നായിട്ട് അത് തുണി കഴുകി വരുന്നില്ല. പിന്നെ ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ ഒരെണ്ണം മേടിച്ച്. ഡ്രയറും മേടിച്ചില്ല. ഇത് നമ്മൾ കിടക്കുന്ന ആ ഒരു റൂമിൻ്റെ ബാക്ക് സൈഡാട്ടോ ഫുള്ള് മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കുവാണ്. അപ്പോൾ അതങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ വാഷിംഗ് മെഷീൻ മേടിച്ചു അതിൻ്റെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മണ്ണും ഉപ്പും കൂടെ അവരിപ്പോഴാണ് ഒരു വൈകുന്നേരം ആകാനായി ഇപ്പോഴാണ് അവർ അങ്ങനെ ഇട്ടിട്ട് പോകുന്നത്. മണ്ണും ഉപ്പും കൂടെ അവർ ഒരുമിച്ച് ഇട്ടുകൊണ്ട് പോകും. അല്ലെങ്കിൽ കാറ് ഗ്രിപ്പ് കിട്ടൂലല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് നോക്കുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ നന്നാക്കിയിട്ട് പോയത് എന്നിട്ടും റെഡിയായില്ല. ഈ മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പനച്ച്
വെള്ളം ഇങ്ങനെ താഴത്തോട്ട് വീഴുന്നുണ്ട്. ഒന്നവർ റെഡിയാക്കിയിട്ട് പോയതാ, പിന്നെ അത് അങ്ങനെ തന്നെ. എന്ത് നന്നാക്കൽ അവർ ചെയ്തു വെച്ചിട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. ഇനി അവരെ ഒന്നും കൂടെ വിളിക്കണം.